ഹായ് മച്ചന്മാരെ, എയർ കൂളിംഗ് പത്തനംതിട്ടയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കസ്റ്റമർ ഒരാൾ കൊണ്ടുവന്നൊരു മിക്സിയാണ്. അപ്പം അതിൻ്റെ മോട്ടർ ഒരു ത്രെഡുമായിട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് മോട്ടർ വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ മിക്സി വൃത്തിയാക്കി കുട്ടപ്പനാക്കി കൊടുക്കാൻ പോവാണ്. അതാണ് നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കംപ്ലൈൻറ്റുകൾ നമുക്കാദ്യം കണ്ടുപിടിക്കാം. അതിനായിട്ട് സ്ക്രൂസുകളെല്ലാം നമുക്ക് അഴിക്കാം. സ്ക്രൂവിൽ ഒരു സ്ക്രൂ അഴിഞ്ഞ് കിട്ടുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് അഴിക്കാനായിട്ട്. എൻ്റെ ത്രെഡ് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് അഴിക്കാനായിട്ട് പാട്. അപ്പം ഞാനത് ഒരുപാട് സ്ക്രൂട്ട് അഴിച്ച് നോക്കി, പക്ഷേ അഴിക്കാൻ കിട്ടിയില്ല. അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് മൈനസാക്കിയതിന് ശേഷം നമുക്കത് അഴിച്ചെടുക്കാം. അപ്പം നമുക്ക് മൈനസ് ഇട്ടിട്ട് നമുക്കൊന്ന് അഴിച്ചെടുക്കാം. അഴിയുന്നുണ്ട് കേട്ടോ, ഇവിടെ അഴിഞ്ഞിട്ടുണ്ട്. ഇതാ അഴിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കംപ്ലൈൻറ്റുകൾ നോക്കാം. കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വയറുകളൊക്കെ ഷോർട്ടായിട്ടുണ്ട്, കണക്ഷനൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് സോൾഡർ ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഓണാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പം വയറിങ്ങൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് തന്നെ സോൾഡറിങ്ങൊക്കെ ചെയ്ത്, ഇനി നമുക്ക് OLP ഒന്ന് നോക്കാനുണ്ട് കേട്ടോ. OLP പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അതിനായിട്ട് കണ്ടിന്യൂറ്റിയിൽ നമുക്ക് സീരീസ് ആയിട്ട് ലാമ്പ് കൊടുത്തൊന്ന് ചെക്ക് ചെയ്യാം. അത് ലൈറ്റ് കത്തുന്നുണ്ട്, അത് കുഴപ്പമില്ല, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഓണാക്കി നോക്കാം, മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ എങ്ങനെയാണെന്ന് അതിൻ്റെ കണ്ടീഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ സീരിയസ് ആയിട്ടാണ് നാം ഇവിടെ ഇത് ചെക്ക് ചെയ്യുന്നത്. ചെക്ക് ചെയ്തതിന് ശേഷം കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം നമ്മളത് അടുത്ത പരിപാടിയിലേക്ക് പോവുള്ളൂ. കുഴപ്പമില്ല, അത് ലൈറ്റൊക്കെ കത്തുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും, ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ, ഇതിനെ എല്ലാം ഒന്ന് വൃത്തിയാക്കാനായിട്ട് പോവുക. അപ്പം ഫുള്ള് അഴുക്കായിട്ടിരിക്കുകയാണ്, അത് കാണുന്ന പോലെ തന്നെ ആകപ്പാടെ ഭയങ്കര കറയും അഴുക്കും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. ഇതിനെ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം. നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അവിടെ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു നീറ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫിറ്റ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഇത് കളയാനായിട്ട് വേറെ യാതൊരുവിധ കെമിക്കലോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ ഒന്നും നമ്മൾ യൂസ് ചെയ്തില്ല. നമ്മൾ സോപ്പും ചകിരിയൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ലിക്വിഡുകൾ വേറെ ഒന്നും തന്നെ ഉപയോഗിച്ചില്ല. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് എല്ലാവർക്കും സർവ്വമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എങ്കിൽ ആ മോട്ടറും കാര്യങ്ങളൊക്കെ നനയാതെ രീതിയിൽ വേണം നമുക്കത് കഴുകി വൃത്തിയാക്കാനായിട്ട്. ഇനി നമുക്കത് തിരിച്ച് അതേപടി റിപ്പീറ്റ് ചെയ്യാം. മോട്ടറൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. മോട്ടറിന് ഒരു ഇച്ചിരി കുലുക്കമൊക്കെ ഉണ്ടായിരുന്നു, അപ്പം അതൊരു ബുഷൊക്കെ ഇട്ട് 2 വോൾട്ടൊക്കെ ഇട്ട് മുറുക്കി നല്ല സെറ്റായിട്ട് മോട്ടർ പിടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം അയച്ചെടുത്ത് നമ്മുടെ സ്വിച്ചുകളൊക്കെ ഫിറ്റ് ചെയ്ത് അതിൻ്റെ കണക്ഷനുകളൊക്കെ നമ്മൾ കൊടുക്കുകയാണ്. കണക്ഷനുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കാനായിട്ട് നോക്കണം. കാരണം കണക്ഷൻ മാറിപ്പോയി സ്പീഡിന് അതിൻ്റെ വ്യതിയാനം കാണിക്കും. നമ്മളത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ എല്ലാം ഒന്ന് പക്കയായിട്ടൊന്ന് ചെക്ക് ചെയ്യണം, എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. നോക്കിയതിന് ശേഷം OLP നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. OLP നമ്മൾ പാരലായിട്ട് തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളത് വെച്ച് സെറ്റ് ചെയ്ത് സ്ക്രൂസൊക്കെ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് നമുക്കത് ഓണാക്കാം. 4 സ്ക്രൂസാണ് ഉള്ളത്. 4 സ്ക്രൂവും കറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അതിന് ചെക്ക് ചെയ്യുമ്പോഴാണ് ചെക്ക് ചെയ്ത് ഓണായി ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആണെന്ന് അർത്ഥം. ഇനി നമുക്ക് സീരിയസ് ആയിട്ടിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ടും അടിപൊളിയായിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.